ആ വീടിന് മുറ്റത്ത് പോച്ചമ്മ എന്നൊരു ദേവിയുടെ ശിലയുണ്ടായിരുന്നു. ആ എസ്റ്റേറ്റ് തൊഴിലാളികളും രഘുപതിയുടെ ഫാമിലിയും ഒക്കെ പോച്ചമ്മയെ ആരാധിച്ചു പോന്നു. എന്നാൽ ക്രിസ്ത്യൻസ് ആയ ഫ്രാൻസിസ് ആ വീട്ടിലേക്ക് വന്നയുടനെ ദേവിയുടെ ശില അവിടെ നിന്നും നീക്കം ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ഞങ്ങൾ ആരാധിക്കുന്ന ജീവനുള്ള ദേവിയാണ് പോച്ചമ്മയുടെ ശില മാറ്റരുതെന്ന് പറഞ്ഞ് രഘുപതി ഫ്രാൻസിസിനെ കാലു പിടിക്കുമെങ്കിലും അതൊന്നും ചെവിക്കൊള്ളാതെ ഫ്രാൻസിസ് ദേവിയുടെ ശില അവിടെ നിന്നും അയാളുടെ ആളുകളെ കൊണ്ട് എടുപ്പിക്കുകയും അതൊരു കാട്ടിലേക്ക് വലിച്ചെറിയുകയും ചെയ്യുന്നു. ജെസ്സി കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരോ അവളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നതായി ജെസ്സിക്ക് തോന്നുന്നു. അവൾക്ക് ആരാണ് തന്നെ നോക്കിയതെന്ന് മനസ്സിലായതുപോലെ ആ കാര്യത്തെക്കുറിച്ച് അമ്മയായ നാൻസിയോട് പറയാൻ ട്രൈ ചെയ്യും. എന്നാൽ സുരേഷും ആ സമയം റൂം ക്ലീൻ ചെയ്യാനായി അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇവർ തമ്മിൽ സംസാരിക്കുന്നത് സുരേഷും നോട്ടീസ് ചെയ്യും. എനിക്കൊരു അർജന്റ് കാര്യം പറയാനുണ്ടെന്ന് ജെസ്സി പറയുമ്പോൾ, രാവിലെ തന്നെ തുടങ്ങിയോ? നിനക്ക് എപ്പോഴും ആരുടെയെങ്കിലും കുറ്റം പറയാനുണ്ടാകും. ആട്ടെ, ഇന്ന് ആരുടെയാണ്? എന്തായാലും എനിക്കതൊന്നും കേൾക്കാൻ സമയമില്ലെന്ന് പറഞ്ഞ് നാൻസി അവിടെ നിന്നും പോകുന്നു. ഡേവിഡ് റൂമിൽ നിന്നുകൊണ്ട് താഴേക്ക് നോക്കുമ്പോൾ ജെസ്സിയും സുരേഷും സംസാരിച്ചു നിൽക്കുന്നതാണ് കാണുന്നത്. ജെസ്സി ആകെ ടെൻഷനോടെ കരയുകയാണ്.